പ്ലസ് വണ്ണിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരാൻ പോവുകയാണ്. സോ പ്ലസ് വണ്ണിലോട്ട് ചുവട് വെക്കുന്ന എല്ലാ മക്കളുടെയും വലിയ സംശയമാണ്, പ്ലസ് വണ്ണിന് ശേഷം നമുക്ക് എന്തായാലും ഫ്യൂച്ചറിൽ അവർക്ക് ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആവാൻ ആഗ്രഹം ഉണ്ടാവും. സോ ആ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ പ്രിപ്പറേഷൻ ഈ പ്ലസ് വൺ പ്ലസ് ടുവിന്റെ കൂടെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബോർഡ് എക്സാം പ്രിപ്പറേഷൻ അത് വലിയ രീതിയിൽ ബാധിക്കുമോ, അവരുടെ മാർക്ക് കുറയോ എന്നുള്ള ടെൻഷനൊക്കെ അവർക്ക് ഉണ്ടാവും. ശരിയല്ലേ? ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. സാറെ പേര് പറഞ്ഞില്ല. എന്റെ പേര് നിതിൻ. മക്കളെ, നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് വലിയ സംഭവമുള്ള വീഡിയോ ഒന്നല്ല, പക്ഷെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. പ്ലസ് വൺ പ്ലസ് ടുവിന്റെ കൂടെ തന്നെ നീറ്റ് ജെ പോലത്തെ എൻട്രൻസ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ, ഉണ്ടെങ്കിൽ തന്നെ എത്രത്തോളം എഫേർട്ട് നമ്മൾ അധികം എടുക്കണം എന്നൊക്കെ പറ്റിയാണ്. സോ എനിക്ക് സാർ ഒരു ജെ ആസ്പിറന്റ് അല്ലെങ്കിൽ നീറ്റ് ആസ്പിറന്റ് ആണെന്ന് വിചാരിക്കാം. അത് പ്ലസ് വണ്ണിന്റെ കൂടെ തന്നെ പഠിക്കും. എന്തൊക്കെ ഡൗട്ടുകളാണ് സാർക്ക് ഉണ്ടാവുക? അതായത് ഇത് ഭയങ്കര എളുപ്പമുള്ളൊരു വഴി ഉണ്ടാവുമ്പോൾ പലരും ചെയ്യുന്നത് ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് എന്തായാലും ഇത് നേടാലോ എന്ന് വിചാരിച്ചിട്ടാണ് പല മക്കളും ഇരിക്കുന്നത്. ആക്ച്വലി നമുക്ക് നമ്മുടെ ലൈഫിൽ തിരിച്ചു കിട്ടാത്ത ഒരേ ഒരു കാര്യം സമയമാണ്. സോ ആ സമയം ഒരു വർഷം നമുക്ക് വെറുതെ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിന്റെ കൂടെ തന്നെ വളരെ സ്മൂത്ത് ആയി നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. യെസ്, തീർച്ചയായിട്ടും. അപ്പോൾ സാർക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ടോ? അതായത് എനിക്കൊക്കെ സാർ ഇങ്ങനെ പറഞ്ഞ സമയത്ത് എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഓൾറെഡി ബോർഡ് എക്സാമിന് പഠിക്കാനുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ടഫായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ നീറ്റ് ജെ പോലത്തെ എൻട്രൻസ് എക്സാം നമ്മൾ എക്സ്ട്രാ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോർഡ് എക്സാമിന്റെ മാർക്ക് കുറയാനുള്ള ഒരു സാധ്യത അല്ലേ? അതായത് ഇപ്പൊ റീസെന്റ് ആയിട്ട് നമുക്കിപ്പോൾ പ്ലസ് ടുവിലൊക്കെ 1200 മാർക്ക് കിട്ടിയ 3 കുട്ടികൾ സൈലത്തിലുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ ഏകദേശം 60ഓളം മക്കളുണ്ട്. അതിൽ മെജോറിറ്റി മക്കളും ഇതുപോലെ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് പാരലി തയ്യാറെടുക്കുന്ന മക്കളാണ്. സോ അതിന്റെ കാരണം എന്ന് പറഞ്ഞു വെച്ചാൽ, ഇവർക്ക് ഈ പരീക്ഷാ പേപ്പർ പലപ്പോഴും ഡിഫിക്കൽട്ടാന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ എത്രയോ ഡിഫിക്കൽട്ടായ ക്വസ്റ്റ്യൻസ് ആണ് അവർ ഈ പരീക്ഷയുടെ കൂടെ അവർ ഈ പ്രിപ്പറേഷന്റെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ബോർഡ് എക്സാമിനേക്കാൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് അവർ പഠിക്കുന്നുണ്ട്. തീർച്ചയായും. അപ്പൊ അവർക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എത്ര തന്നെ സ്റ്റാൻഡേർഡ് ആയാലും അവർക്ക് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഇതിനിടയിൽ ഞാൻ കണ്ടൊരു കമന്റ് ആണ്, മക്കളെ നിങ്ങൾ ബോർഡ് എക്സാമിന് വേണ്ടി മാത്രം പഠിക്കേണ്ട, എൻട്രൻസ് കൂടി പഠിക്കുന്ന കുട്ടിയൊക്കെ എക്സാം എളുപ്പമാണ്, ബോർഡ് എക്സാം എളുപ്പമാണെന്ന രീതിയിൽ മെസ്സേജ്. കാരണം സിലബസ് ഒന്നാണ്. അതായത് അവരുടെ ബോർഡ് എക്സാം സിലബസ് തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് അവർ ഈ നീറ്റിലും ജയിലും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ആ പ്രശ്നം എന്തായാലും ഉണ്ടാവില്ല. അതെ, ഇത് പറയുമ്പോൾ എനിക്ക് ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ഉപമ, ഒരു താരതമ്യം ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ ഒരു വലിയൊരു മല ഫുള്ള് സ്വർണ്ണാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളെ എയിം ആ സ്വർണം ഫുള്ള് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് സൈഡിൽ ഒരു ചാക്ക് സ്വർണ്ണം ഉണ്ട്. സ്വർണ്ണം എടുക്കാനാണ് നമ്മൾ പോകുന്നത്. സൈഡിൽ ഒരു ചാക്ക് സ്വർണ്ണം ഉണ്ട്. സാർ എടുക്കോ? ഞാൻ എടുക്കില്ല. പക്ഷെ എടുക്കണം. പക്ഷെ ഞാൻ എനിക്ക് മനസ്സിലായി എന്താ പറഞ്ഞു. അതായത് ഇപ്പൊ നമ്മൾ നീറ്റ് ജെ പോലത്തെ എൻട്രൻസ് എക്സാമുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വർണ്ണമല. അപ്പൊ നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഒരു സാധനം കൂടിയാണ് ബോർഡ് എക്സാം എന്നുള്ളത്. അതായത് ഇപ്പൊ നമുക്ക് ജെയ് വിട്ട് കഴിഞ്ഞാൽ കീം എടുത്തു കഴിഞ്ഞാൽ കീമിന് എന്തായാലും ബോർഡ് എക്സാമിന്റെ മാർക്ക് അത്രയും പ്രധാനപ്പെട്ടതാണ്. സോ കീമിന്റെ ടോട്ടൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അവർക്ക് പ്ലസ് ടുവിൽ കിട്ടുന്ന മാർക്ക് കൂടി ബാലൻസ് ചെയ്തിട്ടുള്ള റാങ്ക് ലിസ്റ്റാണ് വരുന്നത്. സോ എന്തായാലും രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്യാൻ ആ രീതിയിലുള്ള പ്രിപ്പറേഷൻ നമുക്ക് എന്തായാലും വേണം. സാർ പറഞ്ഞ മറ്റൊരു സ്വർണ്ണച്ചാക്കൂടി കീം എന്ന് പറഞ്ഞ സ്വർണ്ണച്ചാക്കോടെ ബാക്കിയുണ്ട്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒരു എൻട്രൻസ് ലെവലിൽ പഠിക്കുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ ബോർഡ് എക്സാമിന് തന്നെ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കീം എക്സാം എന്ന് പറയുന്നത്. ഈ ഫുൾ മാർക്കൊക്കെ ഉദ്ദേശിച്ച് പഠിക്കുന്ന മക്കളാണെങ്കിൽ എന്തായാലും ഈ പറയുന്ന കീം എക്സാം സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു സിമ്പിൾ ഡൗട്ട് ചോദിക്കട്ടെ സാറേ, അതായത് സാധാ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഈ പറയുന്ന നീറ്റ് ജെ കിട്ടുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട്. ആക്ച്വലി സിലബസ് സെയിം ആണെങ്കിൽ പോലും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന ഒരു ബോർഡ് എക്സാം പ്രിപ്പറേഷനിലൂടെ ഒരിക്കലും ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായും. അതായത് അപ്പോൾ നമുക്ക് അതിൻ്റെതായ രീതിയിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ടൈം മാനേജ്മെന്റിനെ വേണ്ടി സാറിന്റെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ ബോർഡ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിക്ക് നീറ്റ് എക്സാമിന് അതേ ലെവലിൽ പരീക്ഷ ചെയ്ത് നടക്കും? ഒരിക്കലും കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ചോദ്യത്തിന് മിനിമം 1 മിനിറ്റ് ഒക്കെ ആയിരിക്കും നമുക്ക് സമയം കിട്ടുക. അതിൽ പകുതി മിനിറ്റോളം ചോദ്യം വായിക്കാനുണ്ടാവും. അപ്പോൾ നമ്മൾ സാധാ ബോർഡ് എക്സാമിന് പഠിക്കുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന എൻട്രൻസിന് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഉത്തരം കിട്ടും. പക്ഷേ ആ ഉത്തരം കിട്ടാൻ മിനിമം ഒരു 10 മിനിറ്റെങ്കിലും എടുക്കും. അതേസമയത്ത് ഈ കുട്ടികളൊക്കെ ഈ 1 മിനിറ്റോടൊക്കെ ക്രാക്ക് ചെയ്യുന്നത് ഒന്ന് സ്പീഡായിട്ട് അവർ ചെയ്യാൻ പഠിക്കുന്നുണ്ട്. രണ്ടാമത്തത് ടീച്ചേഴ്സ് പറഞ്ഞു തരുന്ന എക്സ്പീരിയൻസ്ഡുള്ള ടീച്ചേഴ്സിന് എടുത്ത് തരുന്ന ട്രിക്കുകളാണ്. ഇപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം ഇവിടുന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാം, തൊട്ടടുത്തുകൂടി കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെതായ ട്രിക്കുകൾ പഠിച്ചാൽ മാത്രമേ ഈ എൻട്രൻസ് നമുക്ക് സ്പീഡിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിന് ഏറ്റവും നല്ലത് എക്സ്പീരിയൻസ്ഡുള്ള ടീച്ചേഴ്സിന്റെ അടുത്തുള്ള കോച്ചിങ് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായും. അപ്പോൾ ഏറ്റവും അഫോർഡബിൾ ആയി കൂടി ആ പറയുന്ന കോഴ്സ് ഉണ്ടായിരിക്കണം. പ്ലസ് ബോർഡ് എക്സാം പാടില്ല. അപ്പോൾ അതുപോലെ തന്നെ ബോർഡ് എക്സാമിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ അവർക്ക് ഈ പറയുന്ന പാരലി പഠിച്ചു പോയാൽ ഭയങ്കര അടിപൊളിയായിരിക്കും. ഇനി ഇവർക്ക് ഉള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സാറേ ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കട്ടെ. ഒരു കുട്ടി 1000 ചോദ്യം പ്രിപ്പയർ ചെയ്തിട്ട്
ജസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് ആണ് മാത്സിൽ ഉണ്ടാവുക, ഫിസിക്സിൽ 20 ക്വസ്റ്റ്യൻസ് ആണോ നമ്മുടെ അറിയില്ല, പ്ലസ് 1 പ്ലസ് 2 വാട്ട് എവർ, ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കാൻ മതി, അതുകൊണ്ടായിരിക്കും നമ്മുടെ ഏകദേശം ഒരേ പാറ്റേൺ 20 ക്വസ്റ്റ്യൻസ് ആണ് പ്ലസ് 1 ബോർഡ് എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ ഈ 1000 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തൊരു കുട്ടി 20 ക്വസ്റ്റ്യൻ എഴുതാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇല്ല, ആ കുട്ടിക്ക് എക്സാമിൽ ഫുൾ മാർക്കാണെന്ന് വിചാരിക്കാം. അതേസമയത്ത് 100 ചോദ്യങ്ങൾ അവസാനത്തെ പബ്ലിക് ലൈവുകൾ മാത്രം കണ്ടുകൊണ്ട് ഒരു കുട്ടി 100 ചോദ്യങ്ങളോ അല്ലെങ്കിൽ 150 ചോദ്യങ്ങളോ പഠിച്ചു, ആ കുട്ടിക്ക് പരീക്ഷ എളുപ്പമായിരുന്നു. അതായത് ചോദ്യ പേപ്പർ ലിബറൽ ആയിരുന്നു, അതുകൊണ്ട് ആ കുട്ടിക്കും ഫിസിക്സ് അല്ലെ മാത്സിൽ ഫുള്ള് കിട്ടി. അപ്പോൾ 1000 ചോദ്യങ്ങൾ പഠിച്ച കുട്ടിക്കും ഈ പറയുന്ന 100-ൽ 100 100 ചോദ്യങ്ങൾ പഠിച്ച കുട്ടിക്കും 100-ൽ 100. പക്ഷേ 2 കുട്ടികൾ തമ്മിലുള്ള ക്വാളിറ്റി എൻ്റെ ഡിഫറെന്റ് അല്ലേ? തീർച്ചയായും. അതായത് പലരും ഇപ്പോൾ അവർക്ക് ബോർഡ് എക്സാമിൽ ലാസ്റ്റത്തെ ഒരു മാസമൊക്കെ ലൈവൊക്കെ കണ്ട് പഠിച്ച് കിട്ടുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് കിട്ടും. ആ കോൺഫിഡൻസോടുകൂടി ഈ പറയുന്ന കോമ്പറ്റീറ്റീവ് പരീക്ഷകൾക്ക് പോയി എഴുതി കഴിഞ്ഞു വെച്ചാൽ അപ്പോൾ അവർക്ക് ആ രീതിയിൽ അവർക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ലാസ്റ്റ് മൊമെന്റിൽ പലപ്പോഴും പഠിക്കുന്നത് സ്ഥിരമായിട്ട് പരീക്ഷയിൽ വരുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. പക്ഷേ ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കൊണ്ട് മാത്രം നീറ്റ് ചെയ്ത് തുടങ്ങിയ കോമ്പറ്റീറ്റീവ് പരീക്ഷകൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. മറ്റേത് ഭാഗ്യമുള്ളൂ. ബോർഡ് എക്സാം ഭാഗ്യമാണ്. പക്ഷെ അവിടെ നമുക്ക് കട്ടയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. അപ്പൊ നല്ല ഇൻഡപ്തിൽ കുട്ടിക്ക് നോളേജ് വേണം, അതുപോലെ തന്നെ പരീക്ഷകൾ എഴുതി കുട്ടിക്ക് നല്ല ശീലം വേണം, ക്വസ്റ്റ്യൻസ് കണ്ട് കുട്ടികൾക്ക് ശീലം വേണം. സോ പ്രോപ്പർലി ആയിട്ടുള്ള ഒരു കോച്ചിങ് ഇതിന്റെ കൂടെ പാരലലി കൊണ്ടുപോയാൽ മാത്രമേ കാര്യമുള്ളൂ. സൈലത്തിന്റെ ഇതിൽ കിങ്സ് 11 എന്ന് പറഞ്ഞൊരു ബാച്ച് ഉണ്ടല്ലോ. അപ്പൊ അതിൽ നമ്മൾ അറിഞ്ഞിടത്തോളം എന്താണെന്ന് വെച്ചാൽ, അതായത് കൃത്യമായിട്ട് ഒരു ബോർഡ് എക്സാമിന്റെ ടോപ്പിക് ഉണ്ടെങ്കിൽ അത് പഠിപ്പിക്കും, NCERT പഠിപ്പിക്കും. അതിനുശേഷം ബോർഡ് എക്സാം, അതിനുശേഷം അതോടൊപ്പം തന്നെ JEE ുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതേ അഡീഷണൽ ക്വസ്റ്റ്യൻസ്, എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് സപ്പോസ് സാർ എനിക്ക് ബോർഡ് എക്സാമിന്റെ കൂടി പ്രോപ്പറായ ക്ലാസ്സുകൾ ഇതിന്റെ കൂടെ വേണമെന്ന് പറഞ്ഞാൽ അതും നമുക്ക് ഈ പറഞ്ഞ കിങ്സ് 11 കൊടുക്കും. നമ്മുടെ അഗ്നി ബാച്ച് തീർച്ചയായും ഫ്രീ ആയിട്ട് അത് അഗ്നി ബാച്ച് എന്ന് പറയുന്നത് തികച്ചും ഫ്രീ ആയിട്ട് കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേഴ്സണൽ മെന്റർഷിപ്പ് ഈ പറയുന്ന കിങ്സ് 11 ബാച്ചിൽ കുട്ടിക്കുണ്ട്. അതായത് ഒരു ക്ലാസ് ടീച്ചറെ പോലെ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാനും കുട്ടിയെ ഗൈഡ് ചെയ്യാനും എല്ലാ സംശയങ്ങളും ക്ലാസ് കണ്ടോ ചോദിക്കാൻ എല്ലാ സംശയങ്ങൾ തീർക്കാനും ഒരു ക്ലാസ് ടീച്ചറെ പോലെ ഒരു ചേച്ചി എന്തായാലും കുട്ടിക്ക് ഉണ്ടാവും. സോ അതാണ് പേഴ്സണൽ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ കിങ്സ് 11 കൂടെ എൻട്രൻസ് തയ്യാറെടുക്കാൻ കിങ്സ് 11 ആണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി എൻ്റെ ഒരു സംശയം, നമുക്ക് ഓൾറെഡി നമ്മൾ ട്യൂഷനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ക്ലാസ് ടൈം അതേപോലെ തന്നെ സ്കൂളത്തെ ടൈമുകളൊക്കെ വെച്ച് നമുക്ക് കുറച്ചൊരു ഓവർ സ്ട്രെസ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കിങ്സ് 11 ബാച്ച് എടുക്കുന്ന സമയത്ത് അതിനുള്ള ഒരു സാധ്യത ഉണ്ടോ? എന്താണ് സാർ? ഉറപ്പായിട്ടും അങ്ങനെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലോട് കുട്ടി എന്തായാലും കടക്കില്ല. കാരണം നമ്മുടെ ലൈവ് അത്രത്തോളം ഡെപ്ത്, അതായത് ഇപ്പൊ എൻട്രൻസ് കൂടി പഠിക്കുന്നതുകൊണ്ട് ഒരു 4-5 മണിക്കൂർ ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 1.5 മണിക്കൂറിന്റെ ലൈവ് ക്ലാസ്സുകൾ തന്നെയാണ് കുട്ടിക്ക് ഉണ്ടാവുക. സോ ആ ടൈം കൊണ്ട് എഫക്റ്റീവായ രീതിയിൽ നീറ്റും ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും കൂടെ ബോർഡ് എക്സാമിന്റെ കൂടി കുട്ടി തയ്യാറെടുക്കുന്ന പോലെ. പിന്നെ ശനി ഞായർ ദിവസങ്ങൾ ഓൾറെഡി ഫ്രീ ആണ്. അപ്പോൾ റീവാച്ച് കാണാം, അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഇതേപോലെ പേൾ വീഡിയോസ് ആയിട്ട് നമുക്ക് അതിലുണ്ട് കാണാൻ പറ്റും. എൻട്രൻസിന്റെ മാത്രമായുള്ള ചോദ്യങ്ങൾ, ബോർഡ് എക്സാമിന് മാത്രമായുള്ള ചോദ്യങ്ങൾ, അതൊക്കെ ഇവർക്ക് അഡീഷണൽ. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, കാരണം ഇങ്ങനെയുള്ള പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ മോക്ക് ടെസ്റ്റുകൾക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ മോക്ക് ടെസ്റ്റുകൾ റെഗുലർലി കുട്ടി എഴുതാൻ സാധിക്കും. സോ ഇതൊക്കെയാണ് വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ് ആയിട്ട് വേണ്ടത് കുട്ടിയുടെ താല്പര്യം, കുട്ടി പഠിക്കാൻ തയ്യാറാവുകയാണ്. അതായത് പലരും വിചാരിക്കുന്നത് പാരന്റ്സിന് എന്നെ ഒരു ഡോക്ടർ ആക്കണം, പാരന്റ്സിന് എഞ്ചിനീയർ ആക്കണം എന്നുകൊണ്ട് വരാൻ പാടില്ല. അൾട്ടിമേറ്റ്ലി കുട്ടിക്ക് ഭാവിയിൽ ഒരു ഡോക്ടർ എഞ്ചിനീയർ ആവാൻ ആഗ്രഹം, ഡോക്ടർ എഞ്ചിനീയർ അല്ലെങ്കിൽ മറ്റു NDA തുടങ്ങിയ എക്സാംസ് കുറെ ഉണ്ട്. സോ ഈ പറയുന്ന കീം, NDA, JEE, നീറ്റ് തുടങ്ങിയ ഏത് എക്സാംസ് എഴുതുകയാണെങ്കിലും കുട്ടിക്ക് അൾട്ടിമേറ്റ്ലി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ് സൊല്യൂഷൻ. ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാതെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാം. ഈ പറയുന്ന പേര് കേട്ട ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പഠിക്കാനുള്ള അവസരമാണ്. പ്ലസ് 2 എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ എഴുതാൻ പറ്റുന്ന, എക്സാമിൽ തന്നെ റാങ്ക് നേടിക്കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ മക്കളെ, നിങ്ങൾ സമയം കളയേണ്ട, നമ്മുടെ കിങ്സ് 11 ബാച്ചിലെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. തീർച്ചയായും. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ ഉറപ്പാക്കുക. ഓൾ ദി ബെസ്റ്റ്.